ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. മത്തായി 7, 22-ഉം 23-ഉം വാക്യങ്ങൾ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നമ്മൾ കർത്താവിൻ്റെ സ്വന്തം ആളുകളാണ് എന്ന് അഭിമാനിക്കുകയും മറ്റുള്ളവരുടെ മുൻപാകെ അത് എടുത്തു പറയുകയൊക്കെ ചെയ്യുകയും എന്നാൽ കർത്താവിന് നമ്മളെ അറിയില്ല എന്ന് തിരിച്ച് പറയേണ്ടി വരികയും ചെയ്താൽ അതിൽ പരം ഒരു തകർച്ച ക്രിസ്തീയ ജീവിതത്തിനില്ല. സ്വയം വഞ്ചിച്ചു ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുകയും അവൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അവൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവർക്ക് വളരെ ഭീകരമായ ഒരു രംഗമായിരിക്കും ഇത്. ജീവനില്ലാത്ത നാമധാരികൾ മാത്രമാണവർ. ബിലയാം കയ്യാഭാവും പ്രവചിച്ചെങ്കിലും പ്രയോജനപ്പെട്ടില്ല. തൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ശൗൽ പ്രവാചക ഗണത്തിൽ ഉൾപ്പെട്ടു. ഒരുവൻ പ്രസംഗകനും ശുശ്രൂഷകനുമായെന്ന് വരാം. അതിൻ്റെ ബാഹ്യമായ എല്ലാവിധ പ്രകടനങ്ങളും കണ്ടിരിക്കാം. കുറച്ച് വിജയവും ഉണ്ടായെന്ന് വരാം. അപ്പോൾ തന്നെ അവനിൽ യാഥാർത്ഥ്യം ഇല്ലാതെയും ഇരിക്കാം. ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് പറയുന്നവർ അധർമ്മികളായിട്ടാണ് അങ്ങനെയുള്ളവരെ കർത്താവ് കാണുന്നത്. യൂദാ ഇസ്കരിയാത്തും ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിലും അവൻ നാശപുത്രനായിരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഭൂതങ്ങളെ പുറത്താക്കുന്നവർ ഏത് കാലത്തും ഉണ്ടായി എന്ന് വരാം. ഒരുവൻ മറ്റുള്ളവരിലുള്ള ഭൂതങ്ങളെ പുറത്താക്കുകയും അവനിൽ തന്നെ പിശാച് ഉണ്ടായിരിക്കുകയും അഥവാ പിശാചായിരിക്കുകയും ചെയ്യാം. യാതൊരു അത്ഭുതവും ചെയ്യാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ഒരുവനെ സ്വർഗത്തിൽ ഒരു പക്ഷേ കൈക്കൊള്ളാം. എന്നാൽ കൃപയില്ലാതെ അത്ഭുതം ചെയ്തു എന്നുള്ള പേരിൽ ഒരുത്തനും സ്വർഗത്തിൽ എത്തുന്നതുമല്ല. അതുകൊണ്ട് കർത്താവിന് പ്രസാദകരമായി ജീവിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് തുടർന്ന് പറയുന്നുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുന്നവരുടെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു കൾട്ട് തന്നെ രൂപപ്പെടാം. വീരപ്രവർത്തികൾ, ചില എന്തൊക്കെയോ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുക, ഊതി വീഴ്ത്തുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്നതൊന്നും സ്റ്റേജ് ഷോ അല്ല, പെർഫോമൻസും അല്ല. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി സമർപ്പിതരായി ജീവിക്കുക എന്നതാണ് ആവശ്യം. സമർപ്പിതരെയാണ് ദൈവത്തിന് ആവശ്യം, പെർഫോമൻസ് കാണിക്കുന്നവരെ അല്ല. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അങ്ങനെ നടന്നിട്ടില്ല. കർത്താവ് പോലും അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ വേദഭാഗം നമുക്ക് വളരെ വിലയേറിയതാണ്. ഗൗരവമായി ഇതിനെ നമ്മൾ കാണുകയും ചെയ്യണം. ലോകം ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിൽ അസാധാരണത്വം നിറഞ്ഞ എന്തെങ്കിലും ചെയ്യുന്നവരെയാണ്. കർത്താവ് ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നു, താൻ അവരെ അറിഞ്ഞിട്ടേയില്ല. ഇത് പരസ്യമായി പറയും. അവർക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് അധർമ്മികൾ. ദൈവനാമത്തിൽ ധനാഗമന മാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സ്വന്തം കീശ വീർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, പദവികളിൽ കടിച്ചു തൂങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അധികാരമെന്ന ലഹരിയിൽ ആറാടുന്ന ആളുകൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്.
അങ്ങനെയുള്ളവരോടുള്ള കർത്താവിൻ്റെ പ്രതികരണം ഇതായിരിക്കുമെന്ന വസ്തുത ഗൗരവമായി നമ്മൾ കണ്ടില്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപാകെ നമ്മൾ ഒരു ക്രിസ്ത്യാനിയായി മാതൃകയുള്ളവരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സ്വയം ഇല്ലാതാകേണ്ടി വരും, വിട്ടുകൊടുക്കേണ്ടി വരും, മാറി നിൽക്കേണ്ടി വരും. ഇതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടയാളം. ഭൂമിയിൽ പെർഫോമൻസ് അല്ല എന്ന് കർത്താവ് തീർത്തു പറയുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ കർത്താവിൻ്റെ എളിയ സാക്ഷികളായി ഇന്ന് ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അവിടുന്ന് പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ഉറക്കവും ഉണർവും ഒക്കെ നൽകി ഈ പ്രഭാതം കാണാനുള്ള ഇടവരുത്തി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളുടെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇച്ഛകൾ കൊണ്ടും ഞങ്ങളെ ഇടയാക്കണമേ. യേശു മശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.